അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിസ്കാരത്തിൽ പിന്നെയും ഈ ദുആകളെ കൊണ്ട് അല്ലാഹുവിന്റെ കാവൽ കേട്ടുകൊണ്ടിരിക്കുക. കാവൽ കേൾക്കുന്ന ദുആയിൽ അള്ളാഹുடைய ഞങ്ങളെ ആവശ്യങ്ങളെ ഞങ്ങൾ കേൾക്കലുണ്ട്, അള്ളാഹുடைய കാവൽ കേൾക്കലുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ കേൾക്കല്, ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ അള്ളാഹുடைய കേട്ടല്ല. അപ്പൊ എല്ലാ നിസ്കാരത്തിൽ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആകളെ കൊണ്ട് കാന യതഅവ്വദു ദുബറ സ്വലാത്തി ബിഹൗലാഹിൽ കലിമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിൽ പിന്നെ ഈ കലിമാത്തുകളെ കൊണ്ട് അള്ളാഹുடைய കാവൽ കേട്ടുകൊണ്ടിരിക്കും. ഏതായിട്ടിരിക്കുന്നത് അത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയ വഅഊദു ബിക മിൻ അസാബിൽ ഖബർ. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ പർവ്വത്തിൽ ദുആ നോട്ടിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കി ഹദീസ് ആയിട്ടിരിക്കുന്നത്. എന്തായിട്ടിരിക്കുന്നത്? ഇതിൽ നബി തങ്ങൾ കേട്ടത് കാവൽ എന്തിൽ നിന്ന് കേട്ടെ? അല്ലാഹുമ്മ പടച്ചവനെ ഇന്നി അഊദു ബിക നിന്റെ കൊണ്ട് ഞാൻ കാവൽ കേൾക്കണം മിനൽ ജുബ്നി പേടിയില്ല. പേടിത്തൊണ്ട എന്തും അല്ല, ഒരു മനുഷ്യൻ ഏതൊരു എല്ലാ കാര്യത്തിലും അവനക്കൊരു പേടി മുന്നോട്ട് പറയാവില്ല. എന്നാൽ അവനക്കൊരു കാര്യം സാധിച്ചെടുക്കാവില്ല, അവൻ പരാജയപ്പെട്ട പല കാര്യത്തിലും. അപ്പൊ ഈ പേടി എന്നുള്ളത് അതായത് ഏതൊരു കാര്യത്തിലും ധൈര്യത്തോടു കൂടെ മുന്നിടുക എന്നുള്ളത് അതാണ് നല്ല ഗുണമായിട്ടിരിക്കുന്നത്. അല്ല, ഏതൊക്കും ധൈര്യം ഇല്ലാണ്ടിരിക്കുമ്പോൾ മനുഷ്യ കറവുചാരം അവൻ മൂലയിലെ അവിടെ അല്ലാണ്ട് അവനക്ക് ഏത് കാര്യത്തിലും അവനക്ക് ഇമ്പ്രൂവിക്കില്ല. അപ്പോൾ ജുബന് അതായത് പേടിത്തൊണ്ടന അവിടെ ഏതൊക്കും അവനക്ക് ഒരു ധൈര്യക്കില്ല. ഇങ്ങനെ ആയിപ്പോകലിൽ നിന്ന് ഞാൻ എൻ്റെ കാവൽ കേൾക്കണം. അപ്പോൾ ഒരു മനുഷ്യക്ക് എല്ലാ കാര്യത്തിലും അവന് വിവാദത്തിലാവട്ടെ, മനുഷ്യന്മാരുടെ ഇടയിൽ പെരുമാറുടെ വിഷയത്തിലാവട്ടെ മുന്നിട്ടിറങ്ങുക എന്നുള്ളൊരു ധൈര്യമായിട്ടിരിക്കുന്നത്. ആ ധൈര്യം അത് കിട്ടണം. അപ്പോൾ പേടിച്ച് പറവുചാറ് ആ പേടിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കാവൽ കേൾക്കണേ. നിന്നോട്ട് ഞാൻ കാവൽ കേൾക്കണം ഉറദ്ദയില അറുതലിൽ ഉമ്മൂർ. അറുതലിൽ ഉമ്മൂർക്ക് എന്നെ മടക്കൽ. അറുതലിൽ ഉമ്മൂർ ചെന്നെങ്കിൽ ബയസായിട്ട് ലാസ്റ്റ് എന്താ വിടും, ചെറിയ പൊടി മക്കളെ പോലെ അവിടെ ചെറിയ മക്കളെ മൂത്ര വിത്തി അങ്ങനെ ഇത് മൂത്തറാണ്ട് കൊത്തിക്കില്ല, അതിൽ കഴിക്കാറ് കാഷ്ടിച്ചിട്ട് തിന്നിടാറ്. ഇങ്ങനത്തെ ഒരു അവസ്ഥക്ക് എത്തിപ്പോണ്. അതിൽ നിന്നും ഞാൻ എൻ്റെ കാവൽ കേൾക്കണം. അവനക്ക് ബുദ്ധി നഷ്ടപ്പെട്ട് എന്തും കൊത്തിക്കില്ല, ചെറിയ പൊടി മക്കളെ പോലെ അവിടെ. ഇതിൽ നിന്ന് ഞാൻ കാവൽ കേൾക്കണം. ഫിത്നത്തി ദുനിയാ. മൂന്നാമത്തേത് ദുനിയാവുടെ ഫിത്നയിൽ നിന്ന് ഞാൻ കാവൽ കേൾക്കണം. ദുനിയാവുടെ ഫിത്ന ഒരുപാടുണ്ട്. അപ്പൊ അതില് എന്താ ഞങ്ങൾ ഈ ദുനിയാവില് മനുഷ്യന്മാർ ഫിത്നയിൽ പെട്ടുപോണ്ട എല്ലാ ഫിത്നകളിൽ നിന്നും കാവൽ കേൾക്കണം. പിന്നെ ഖബറുടെ അദാബിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കാവൽ കേൾക്കലാണ്. അപ്പൊ 4 കാര്യങ്ങളിൽ നിന്നായിട്ട് കാവൽ കേട്ടത്. അപ്പൊ ഒരുപാട് അർത്ഥവത്തായ ദുആ ആയിട്ട് ഇത് നിസ്കാരത്തെ പർവ്വത്തിൽ നമുക്ക് ദുആത്തിൽ എന്താക്കുക ഇത് കൂട്ടിയതാണ്. ഇപ്പൊ സാധാരണ ദ്വാരക്കിടെ ദുആ ഉണ്ട്, ആ ദ്വാരത്തിൽ ഇതും കൂടി ഒന്ന് നമുക്ക് പഠിച്ചു വെച്ചാണ്. എന്തായിട്ടിക്കത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബൻ വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമൂർ വഅഊദു ബിക മിൻ ഫിത്നത്തി ദുനിയാ വഅഊദു ബിക മിൻ അദാബിൽ ഖബർ. ഖബറുടെ അദാബിൽ നിന്ന് കാവലായിട്ട്, ദുനിയാവുടെ ഫിത്നയിൽ നിന്ന് രക്ഷക്കേക്കലായിട്ട്, അതുപോലെ ബയസായിട്ട് എന്തും കൊത്തില്ല അത്തം വിത്ത അവിടെ ചൊല്ലാറ് ആ ഒരവസ്ഥയിൽ നിന്നും കാവൽ കേക്കട് അല്ലെ. അതുപോലെ പേടിത്തൊണ്ടനായിക്കൊണ്ട് ഇതിൽ നിന്നും കാവൽ കേക്കട്. അപ്പോ ദുനിയാവും ആഖിറവും ഒരുമിച്ച് കൂട്ടമുള്ള ഒന്നായിട്ടിരിക്കുക. ഈ ദുആത്തിൽ ഒരുപാട് ഖൈറുണ്ട്. എല്ലാത്തിലും ഉപരി നബി തങ്ങൾ ദുആ എന്നൊരു ബഹുമാനം അതൊക്കെയുണ്ട്. അതുകൊണ്ട് ഈ ദുആ ഞങ്ങൾ പഠിക്കുക. ഞങ്ങളെ നിസ്കാരത്തിൽ പിന്നെ ദ്വാരത്തിലും ഉൾപ്പെടുത്താം. അള്ളാഹു സജ്ജനങ്ങളിലും സ്വാലിഹ്യങ്ങളിലും ഞങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഇബാദത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങളെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.